അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ AP മാഫിയാക്കൾ പല ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും പല ആരിഫീങ്ങളെയും പല നിലയിലും അവർ ഒതുക്കിയിട്ടുണ്ട്. പല ഹക്കായ തരീഖത്തും അവർ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചാണ് വന്ദ്യരായ നൗഷാദ് അഹ്സനി ഉസ്താദിൻ്റെ മുന്നോട്ടുള്ള ഗമനം. വളരെ പ്രശംസനീയമാണ്, എടുത്തു പറയേണ്ടതാണ്. ഓരോ വാക്കുകളും അർത്ഥവത്തായ വളരെ വലിയ സാരോപദേശങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഈ വിഭാഗം ഏതെല്ലാം രൂപേണ നോക്കിയിട്ടും ഉലയാതെ ഉടയാതെ പൂർവാധികം ശക്തിയോടെ മുമ്പോട്ടാണ് വന്ദ്യരായ ഹാഫിദ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പടനായകന്മാരുടെ ഗമനം. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു തരികിട പരിപാടിയുമായി എത്തിയിരിക്കുകയാണ്. കാര്യം ഇവരുടെ വലിയ മാസ്റ്ററായ പേരോടിനെ കൊണ്ടുപോലും ഒന്നും സാധിക്കുന്നില്ല. പലരും പലതും നോക്കി, കിതാബിൽ തിരിമറി നടത്തി നോക്കി, പലതും നോക്കിയിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോൾ ഇന്ന് ചില വാടക കുണ്ടകളെ വിളിച്ച് അവരെ കൊണ്ട് തെറി പറയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഏതായാലും നിങ്ങൾ ആ രംഗം, ആ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ മാനറിസവും അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ദീനുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് വൈകുന്നേരം പൊറോട്ടയും നല്ല ബീഫ് ഫ്രൈയും കിട്ടുന്ന ഒരു ആവേശത്തിലാണ് ആ ചെങ്ങായി വിളിച്ചു പറയുന്നത്. ഏതായാലും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇതൊന്നും ഒന്നുമല്ല. തെറി എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ തെറി പറയാനായി. രണ്ടാമത് ഒന്ന് അന്നെ കുതിരെ പോത്തേന്ന് വിളിച്ചത് കാന്തപുരം വിഭാഗമാണ്. വീഡിയോയിൽ പറയണേ ഓരോ ആളല്ലേ സ്റ്റേറ്റുമ്പോ കഴിഞ്ഞാലിങ്ങനെ കാന്തപുരം മോശത്താണ്, വേറൊരു മോശത്താണെന്ന് പറയാ. അതിങ്ങനെ കേൾക്കാൻ കുറച്ച് ആന്തം വിട്ട കുറച്ച് മണ്ഡപമാർ എന്റെ ബാഗിലെ 4 മൂലൊക്കെ മണ്ഡപമാരുണ്ട്. എന്തൊക്കെ കൈകാര്യം ചെയ്യേണ്ട സത്യത്തിൽ ഈ ഇങ്ങനല്ല, സ്റ്റേജ് മകൻ കൈകാര്യം ചെയ്യണം. കേട്ടല്ലോ. അപ്പോൾ ഈ ഉത്തരം മുട്ടിയാൽ കൊഞ്ഞണം കുത്തുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തൊരു സമ്പ്രദായമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഞങ്ങൾക്ക് ഇതിനേക്കാൾ അപ്പുറം പറയാൻ സുഹൃത്തെ അറിയാം. പക്ഷെ ഞങ്ങളുടെ മാർഗം അതല്ല ഞങ്ങളുടെ മാർഗം. അനക്ക് മറുപടി തരിക, എൻ്റെ സംസാരങ്ങൾ കേൾക്കുന്നതൊന്നും ഞങ്ങളുടെ മാർഗങ്ങളല്ല. ഞാനിപ്പോൾ വന്നത് സുഹൃത്ത് ആവേശത്തിലായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഹക്കും ബാത്തിലൊന്നും സുഹൃത്തിന് അറിയാത്തത് കൊണ്ടാണ്. ആരൊക്കെയോ പിപ്പിരി കയറ്റി എട്ടാണ് താങ്കൾ പറയുന്നത്. ഇല്ല, ഹറാമായ ഭക്ഷണം വേറൊരാളെ കൊണ്ട് കഴിപ്പിക്കുന്നത് പോലെയാണ് ഇന്നിപ്പോൾ AP സമസ്തക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന പണി. ഏതായാലും സുഹൃത്ത് നന്നായി ആലോചിക്കുക. ഹക്ക് എന്താണ്, ബാത്തിലേതാണ് എന്നൊക്കെ നന്നായി ആലോചിച്ചിട്ട് പെരുമാറുക. കാരണം നമുക്കൊരു വലിയൊരു ജീവിതമുണ്ട്. ഈ ജീവിതമല്ല, നമുക്കൊരു വലിയ ജീവിതമുണ്ട്. നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ പലതും അനാവശ്യങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ ഉഷാറായിട്ടുണ്ട്, നല്ല മറുപടി എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാകും. പക്ഷേ ഇതൊന്നുമില്ലാതെ വിരൽത്തുമ്പുകൾ കടിച്ച് നിൽക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട് എന്ന കാര്യം സുഹൃത്ത് ഓർക്കുന്നത് നന്നായിരിക്കും. അത് ഓർമ്മപ്പെടുത്താനാണ് ഇപ്പോൾ ഈ ലൈവിൽ വന്നത്. ഈ വീഡിയോയിൽ വന്നത്. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.